എൻ്റെ പൊന്നു സാറേ, സാറിന് ഈ ദേവസ്വം ബോർഡിനെ പറ്റി ഒന്നും മനസ്സിലായിട്ടില്ല. ഇവിടെ ഒന്നും ശരിയാക്കാൻ പറ്റും. ഞാൻ എൻ്റെ ഉയരം കൊണ്ട് ഞാൻ തിരിച്ച് പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് പോവുകയാണ്. ഞാൻ ഇല്ല. IPS ആയിട്ടുള്ള ഒരു മുൻ ദേവസ്വം വിജിലൻസ് കമ്മീഷണറുടെ വാക്കുകളാണിത്. ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിനും സ്വർണ്ണക്കൊള്ളയ്ക്കൊക്കെ ശേഷം പുതിയൊരു കോൺട്രവേഴ്സി വന്നിരിക്കുന്നു. നെയ് കൗണ്ടറുകൾ വഴി സപ്ലൈ ചെയ്ത നെയ്യിലെ കണക്കുകളിൽ തിരിമറി. 200 പേജുള്ള കുറ്റി ബുക്കുകളിലാണ് നെയ് കൗണ്ടറിലെ കണക്കുകൾ എഴുതിയിരുന്നത്. ഈ ബുക്കുകളിൽ മുഴുവൻ വെട്ടും തിരുത്തും. മണ്ഡലക്കാലത്തെ കണക്കുകളിൽ മാത്രം 21.5 ലക്ഷം രൂപയുടെ കുറവാണ് കണ്ടത്. ഇതിലും നന്നായിട്ട് കണക്കുകൾ ഒരു സാധാരണ പെട്ടിക്കടയിൽ പോലും സൂക്ഷിക്കുമല്ലോ എന്നാണ് ഹൈക്കോടതി ഇതിനെപ്പറ്റി പറഞ്ഞത്. 33 പേര് ഇൻക്ലൂഡിംഗ് ദേവസ്വം ബോർഡിലെ ഓഫീസേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ വിജിലൻസ് കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ്. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 25,000 ഏക്കർ സ്ഥലമാണ് ആളുകൾ കയ്യേറിയത്. പക്ഷെ ബോർഡ് ഇത് തിരിച്ചു പിടിക്കാനുള്ള യാതൊരു എഫേർട്ടും ഇടുന്നില്ല. ആകെ തിരിച്ചു പിടിച്ചത് 3.5 ഏക്കർ സ്ഥലം മാത്രം. ദേവസ്വത്തിന്റെ സ്വത്ത് സംരക്ഷിക്കേണ്ട ആൾക്കാർ തന്നെ അത് കക്കുന്നു. എല്ലാ ദേവസ്വം ബോർഡിലും ഇതേ അവസ്ഥയൊക്കെ തന്നെയാണ്. ശബരിമലയിലെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നിലയ്ക്കലിലെ ദേവസ്വം ബോർഡിന്റെ പമ്പിൽ കണ്ടെത്തിയത് 40 ലക്ഷം രൂപയുടെ തിരിമറിയാണ്. 2018 ഗുരുവായൂർ ദേവസ്വം ബോർഡ് അനാഥാലയങ്ങൾക്കും ചാരിറ്റിക്കും വേണ്ടി സ്പെൻഡ് ചെയ്ത 25 ലക്ഷം രൂപയുടെ ഡീറ്റെയിൽസ് ഉള്ള ഫയൽ മിസ്സിംഗ് ആയി. ആ പൈസ ഏത് ചാരിറ്റി ഓർഗനൈസേഷനാണ് പോയെന്നതിനെ പറ്റി ആർക്കും ഒന്നും അറിയില്ല. നിങ്ങൾ ഗൂഗിളിൽ വെറുതെ ദേവസ്വം ബോർഡിന്റെ കറപ്ഷനോ സ്കാമെന്നോ സെർച്ച് ചെയ്താൽ ഇങ്ങനത്തെ 100 കണക്കിന് ആർട്ടിക്കിൾസ് കാണാൻ പറ്റും. ഒരർത്ഥത്തിൽ ദേവസ്വം ബോർഡിൽ ഇന്ന് മുഴുവൻ അസുരന്മാരാണ്.